ഓക്കെ ഡോക്ടർ, പ്രസവരക്ഷ എന്നുള്ളത് ശാസ്ത്രീയത ഒന്നുകൂടി വിശദീകരിക്കാമോ? എത്ര ഡേയ്സ് ആണ് പ്രസവരക്ഷ? നമുക്ക് സയൻസ് പറയുകയാണെങ്കിൽ ലൈക്ക് ഫിസിയോളജിക്കലി നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ഡെലിവറി ടൈം അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസിന് ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഓക്സിറ്റോസിൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസിന് വ്യതിയാനം ഉണ്ടാവും. അതുപോലെ പ്രസവിച്ചതിന് ശേഷമാണെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിൽ ആയുർവേദത്തിൽ വാതദോഷത്തിന്റെ ഒരു വർധനവുണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്ന പെയിന് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ഒരു സന്തുലിത അവസ്ഥയിൽ എത്തിക്കാൻ, അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ്സ്, അതുപോലുള്ള മെഡിസിൻസ്, പ്രോപ്പർ കെയർ കാര്യങ്ങൾ, ഇതെല്ലാം ഈ കൂടി നിൽക്കുന്ന സാധനങ്ങളെ ഒരു സന്തുലിത അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുകയാണെങ്കിൽ 42 ദിവസം വരുന്ന ഒരു സൂതികാ കാലം അല്ലെങ്കിൽ ഒരു പരിചര്യ കാലമാണ് പറയുന്നത്. ഈ 42 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അമ്മയുടെ വേദനകൾ, കാര്യങ്ങൾ, ബുദ്ധിമുട്ട് ഇതെല്ലാം കുറയ്ക്കാനും പിന്നീട് അങ്ങോട്ട് അമ്മയ്ക്ക് ആരോഗ്യവും കുഞ്ഞിന് ആരോഗ്യവും എല്ലാം വരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാലയളവിൽ നമ്മൾ പറയുന്നത്. ഇതിനോട് കൂടെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് നാള് ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ആക്കി വേണ്ടത്ര വിശ്രമം കൂടി കിട്ടും. ഇത് വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രോപ്പർ കെയർ കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ മെന്റൽ സ്ട്രെസ് ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി ആ അമ്മയും കുഞ്ഞും ഏബിൾ ആയി വരുവാണ് നമ്മളൊരു ട്രീറ്റ്മെന്റ് സെഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ.